പാകിസ്ഥാനികൾ ഞെട്ടിപ്പോയി. ഒരു കൂറ്റൻ ബുൾഡോസർ തങ്ങളുടെ എംബസിയുടെ നേരെ ഇരച്ചു വരികയാണ്. വന്നു എന്ന് മാത്രമല്ല, ഇടിച്ചങ്ങ് നിരത്താൻ തുടങ്ങി. എംബസിയുടെ മുന്നിൽ ഉണ്ടാക്കിയിരുന്ന ബാരിക്കേഡുകൾ തകർത്തു. അവിടെ ഉണ്ടായിരുന്ന ക്യൂ സിസ്റ്റത്തിൻ്റെ സംവിധാനങ്ങൾ തകർത്തു. പിന്നെ അവിടെ കുറേ ആളുകൾക്ക് പാകിസ്ഥാനികൾ വിസ എടുക്കാനും പാസ്പോർട്ട് പുതുക്കാനും ഒക്കെ വരുമ്പോൾ അവർക്ക് വെയിലും മഴയും കൊള്ളാതെ നിൽക്കാനുണ്ടാക്കിയിരുന്ന ഷെഡുകൾ ഉണ്ടായിരുന്നു, ഇടിച്ചു പൊളിച്ച് നീക്കി. അവിടെ കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം തൂത്തുപെറുക്കി എടുത്ത് കളഞ്ഞു. അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ എംബസി തവിടുപൊടി. എവിടെയാണ് നടന്നത്? ഡൽഹിയിലെ ചാണക്യപുരിയിലാണ് പാകിസ്ഥാൻ്റെ എംബസി പ്രവർത്തിക്കുന്നത്. പാകിസ്ഥാൻ്റെ എംബസി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളുടെയും എംബസി അവരുടെ രാജ്യത്തിൻ്റെ ഒരു പരമാധികാരത്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആ രാജ്യം തന്നെയാണ്. അവിടെ അതിനകത്ത് എംബസിക്കകത്ത് അവരുടെ സേനയുണ്ടാവും. അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അവരുടെ സ്വന്തം രാജ്യത്ത് നിൽക്കുന്ന പ്രിവിലേജുകൾ ഉണ്ടാവും. എംബസിക്കകത്തേക്ക് ആ മാതൃരാജ്യം, അതായത് ഏത് രാജ്യത്താണോ എംബസി ഉള്ളത് ആ രാജ്യത്തിലെ സൈന്യം പോലും അതിനകത്തോട്ട് കയറാറില്ല. അതുപോലെ വിദേശ രാജ്യങ്ങളുടെ നമ്മുടെ നാട്ടിലെ ഒരു ഭൂമി പ്രദേശം പോലെയാണ് എംബസികൾ കണക്കാക്കുന്നത്. ആ എംബസിയാണ് മോദിയുടെ സർക്കാർ ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തിയത്. എംബസി കെട്ടിടം മാത്രം ബാക്കിയായി. ഞെട്ടിപ്പോയി പാകിസ്ഥാൻ. കാരണം പാകിസ്ഥാൻ വിചാരിച്ചു പഴയ ഇന്ത്യ എന്ന് ഒരിക്കൽ കൂടി വെറുതെ അങ്ങ് തെറ്റായി വിചാരിച്ചു പോയി. ഒരുപാട് അനുഭവം കിട്ടിയിട്ടുണ്ട് പാകിസ്ഥാൻ. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ പാകിസ്ഥാന് മനസ്സിലായി ഇന്ത്യ എന്താണെന്നുള്ളത്. പഹൽഗാമിലെ ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ, അതും വനിതകളെ മുൻനിർത്തി നടത്തിയ ഓപ്പറേഷൻ. യുദ്ധം അങ്ങനെയാണല്ലോ. പാകിസ്ഥാനികൾക്ക്, മുസ്ലിമുകൾക്ക് വനിതകളുടെ കൈകൊണ്ട് കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ നരകം ഉറപ്പാണ്. സ്വർഗത്തിൽ ചെന്നിട്ട് 72 ഹൂറിമാരെയും പാൽപ്പുഴയും ഒന്നും കിട്ടത്തില്ല. അപ്പോൾ പിന്നെ വനിതകളെ കൊണ്ട് തന്നെ നിർത്തിയിട്ട് സോണിയ ഖുറേഷി അടക്കമുള്ള ആളുകളെ നമുക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ ഡിസ്കവറി ചാനലിൽ നടത്തിയ ഒരു അഭിമുഖം വളരെ വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഡോവൽ പറയുന്നുണ്ട്, നമ്മുടെ വിമാനങ്ങൾ പറത്തിയത് മിക്കവാറും എല്ലാം വനിതാ പൈലറ്റുമാരായിരുന്നു. അപ്പോൾ അവിടെ ബഹവൽപൂരിലൊക്കെ ഉണ്ടായിരുന്ന ഇവരുടെ മർക്കസൊക്കെ തകർത്ത് ഈ ജിഹാദികളെ, സ്വർഗത്തിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന വിശുദ്ധ ജിഹാദ് നടത്തുന്ന ജിഹാദികളെ കാലപുരിക്ക് അയച്ചത്, നരകത്തിലേക്ക് വിട്ടത് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വനിതാ പുലികളായിരുന്നു. നരകം ഉറപ്പിച്ചു കൊടുത്തു അവർക്ക്. അങ്ങനെ നടത്തിയ ഓപ്പറേഷനിൽ ഇന്ത്യയുടെ കരുത്ത് മനസ്സിലായി. ഇന്ത്യ എന്തും ചെയ്യും, പണ്ടത്തെ പോലെയല്ല വീട്ടിൽ കയറി അടിക്കുന്ന ഇന്ത്യയാണ് എന്ന് മോദി പലതവണ പറഞ്ഞു. ഡോവലിൻ്റെ ഡോക്ടറിനാണ് എതിരാളി നമ്മളെ ആക്രമിക്കാൻ കോപ്പ് കൂട്ടുമ്പോൾ തന്നെ അവരെ അടിച്ച് പപ്പടമാക്കുക എന്നുള്ളത്. അത് നമ്മൾ നടപ്പാക്കി ഓപ്പറേഷൻ സിന്ദൂർ. ഡിസ്കവറി ചാനലിൽ വന്ന പ്രോഗ്രാം നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. ഡോവൽ വളരെ കൃത്യമായി എന്തൊക്കെയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ എടുത്ത സ്ട്രാറ്റജി എന്തായിരുന്നു, ഇന്ത്യ എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് ഇവരെ പ്രഹരിച്ചത് എന്ന് വളരെ വിശദമായി പറയുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ പത്രങ്ങളിലെല്ലാം അത് വലിയ വാർത്തകളും സൺഡേ സപ്ലിമെൻറ്റിലെ ഫീച്ചറുകളുമായും വരേണ്ടതായിരുന്നു. പക്ഷേ നമ്മുടെ രാജ്യത്തെ പത്രങ്ങളൊക്കെ പാകിസ്ഥാന് വലിയ തോൽവി ഉണ്ടായി എന്ന് പറയുമ്പോൾ കണ്ണീരൊഴുക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളാണ് ഇന്ത്യൻ മാധ്യമങ്ങളല്ല, കേരളത്തിലെ മാധ്യമങ്ങൾ എന്നതുകൊണ്ട് അതൊന്നും വാർത്തയായില്ല. അതുകൊണ്ട് നിങ്ങളാരും അറിഞ്ഞുമില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡോവൽ പറയുന്നുണ്ട്, ഇന്ത്യ അടികൊടുത്തു, ഇന്ത്യ യുദ്ധം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് മോദിയെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല പാകിസ്ഥാനെ നിങ്ങൾ ആക്രമിച്ചല്ലോ, പാകിസ്ഥാൻ അതിശക്തമായി തിരിച്ചടിക്കാൻ ആലോചിക്കുന്നുണ്ട്, അതൊരു വലിയ യുദ്ധത്തിലേക്ക് വഴിമാറും, എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് JD വാൻസ് ചോദിച്ചപ്പോൾ മോദി പറഞ്ഞത്, 1-ന് 3 തിരിച്ചു കൊടുക്കും, അവന്മാരുടെ ഒന്ന് മുട്ടി നോക്കാൻ പറയാൻ പറഞ്ഞു. അതായിരുന്നു നമ്മുടെ സന്ദേശം. അതിനുശേഷം നമ്മൾ കൊടുത്തത് ബ്രഹ്മോസ് എടുത്ത് അങ്ങ് പ്രയോഗിച്ചു. വീണ്ടും വാൻസ് വിളിച്ചു. നമ്മൾ പറഞ്ഞു ഇല്ല, 3ാം കക്ഷി സംസാരിക്കണ്ട എന്ന് പറഞ്ഞു. അടികൊണ്ട് പെരുത്തുപോയ പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് ഓപ്പറേഷൻസ് രാവിലെ 10 മണിക്ക് ഇന്ത്യൻ സൈഡിലെ DGMOയെ വിളിച്ചു. നമ്മൾ ഫോൺ എടുത്തില്ല. വൈകുന്നേരം വീണ്ടും വിളിച്ചു. അപ്പോൾ നമ്മൾ ഫോൺ എടുത്തു. നമ്മുടെ DGMO പറഞ്ഞു, നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഫോൺ എടുത്തപ്പോൾ പാകിസ്ഥാനികൾ ചോദിച്ചു, അല്ല നിങ്ങൾ ബ്രഹ്മോസ് കൊണ്ടൊക്കെ പെരുക്കിയല്ലോ, ഞങ്ങളാകെ തവിടുപൊടിയായി, ഇനി ഈ യുദ്ധം നിർത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിർത്താം എന്ന് പറഞ്ഞ് നമ്മൾ യുദ്ധം അവസാനിപ്പിച്ചു എന്നാണ് അജിത് ഡോവൽ പറഞ്ഞത്. ഈ കാര്യങ്ങളൊന്നും നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഡൽഹിയിൽ പാകിസ്ഥാൻ്റെ എംബസി
ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെ എംബസി മിക്കവാറുമുള്ള എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. പരസ്പരം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഉള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് എംബസി പ്രവർത്തിക്കുന്നത്. എംബസി ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ട്, അവരുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ മാനിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള എംബസിയിലേക്ക് എന്തിനാണ് മോദി ബുൾഡോസർ അയച്ച് എംബസി ഇടിച്ചു പൊളിച്ചത്? ഇതൊരു ചോദ്യമാണ്. അതിന് തലേ ദിവസം പാകിസ്ഥാൻ ഒരു പടി കാണിച്ചു. കറാച്ചിയിലുള്ള നമ്മുടെ എംബസിയുടെ തൊട്ടു മുന്നിൽ നമുക്കൊരു പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരുന്നു. എംബസിയിലേക്ക് വരുന്ന ആളുകൾക്ക്, ഇന്ത്യൻ എംബസിയിലേക്ക് വരുന്ന ആളുകൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവർ അവിടുത്തെ സൗകര്യങ്ങൾ അവസാനിപ്പിച്ചിട്ട് അവിടെ നമ്മളുണ്ടാക്കിയിരുന്ന ചില സ്ട്രക്ചറുകൾ, ചില വേലിക്കെട്ടുകൾ പൊളിച്ചു. നീ വേലി പൊളിച്ച നിൻ്റെ മോന്തായം നമ്മൾ ഊരും എന്നതാണ് ഇന്ത്യയുടെ നയം എന്നത് പാകിസ്ഥാൻ കരുതിയില്ല. കാരണം യുദ്ധം വരുമ്പോൾ അടിക്കുന്ന പോലെയല്ലോ സമാധാന കാലത്ത്, യുദ്ധമില്ലാത്ത കാലത്ത് എംബസിക്ക് നേരെ ബുൾഡോസർ പ്രയോഗിക്കുക എന്നുള്ളത് കേട്ടുകഴിവിയില്ല. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ബുൾഡോസർ രാജ് പല സംസ്ഥാനങ്ങളിലും BJP സർക്കാരുകൾ നടപ്പാക്കുന്നുണ്ട്. യോഗി നടപ്പാക്കുന്നുണ്ട്. ഇപ്പോൾ പുതുതായി ഭരണം കിട്ടിയ ബംഗാളിൽ സുവേന്ദു നടപ്പാക്കുന്നുണ്ട്. ബുൾഡോസറാണ് ഇപ്പോൾ BJPയുടെ ഒരു ഐശ്വര്യത്തിൻ്റെ ചിഹ്നം എന്നതുപോലെ നുഴഞ്ഞുകയറ്റക്കാരെ, നിയമലംഘകരെ ഒക്കെ കൈകാര്യം ചെയ്യാൻ ബുൾഡോസർ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളും ലെഫ്റ്റ് ലിബറലുകളും എല്ലാം കൂടി സുപ്രീം കോടതി പോയി ഈ ബുൾഡോസർ ഉപയോഗിക്കുന്നത് തടയണം എന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ബുൾഡോസർ ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചേക്കണം. അതായത് ഒരു നോട്ടീസൊക്കെ കൊടുക്കണം. നോട്ടീസ് ഇത്ര കാലാവധി കൊടുക്കണം എന്നൊന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. അപ്പോൾ 24 മണിക്കൂറൊക്കെ നോട്ടീസ് കൊടുക്കും. ഇന്ന് 10 മണിക്ക് വന്നിട്ട് നാളെ 10 മണിക്കാകുമ്പോൾ പൊളിച്ച് മാറ്റിയില്ലേ, പൊളിച്ച് കളയും എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുക്കും. 10 മണിക്ക് മുമ്പ് ഇവന് പൊളിക്കാൻ പറ്റത്തില്ല, കയറി നിരപ്പാക്കിയിട്ട് പോകും. പിന്നെ സുപ്രീം കോടതി മറ്റൊന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, നിയമവിരുദ്ധമായി പൊതുസ്ഥലം കയ്യേറി ഉണ്ടാക്കിയിരിക്കുന്ന നിർമ്മാണങ്ങളാണെങ്കിൽ ബുൾഡോസർ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ വിഷയത്തിൽ നിന്ന് വഴിമാറിപ്പോയതല്ല. നമുക്ക് ബുൾഡോസർ രാജ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ എല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞിരുന്ന ഒരു പ്രയോഗമാണ്. ബുൾഡോസർ ഉപയോഗിക്കേണ്ടടുത്ത് ബുൾഡോസർ ഉപയോഗിക്കും. ഇനി മാത്രമല്ല, കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ വീടുകൾ പോലും യോഗി ഉത്തർപ്രദേശിൽ ബുൾഡോസർ പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു പരമാധികാര രാജ്യത്തിൻ്റെ എംബസിക്ക് നേരെ ബുൾഡോസർ പ്രയോഗിക്കുക എന്നത് ലോകത്തെ ആദ്യ സംഭവമായിരിക്കും. പാകിസ്ഥാൻ നമ്മളെ ഒന്ന് ചൊറിഞ്ഞു, നമ്മൾ കയറി അങ്ങ് മാന്തി. ചാണക്യപുരിയിലെ പാകിസ്ഥാൻ എംബസിയുടെ മുന്നിലേക്ക് ചെന്നാൽ അവിടെ കാണുന്ന കാഴ്ചകളെക്കുറിച്ച് ഇന്ത്യ ടുഡേ പറയുന്ന വാർത്ത നിങ്ങളൊന്ന് അറിയണം കേട്ടോ. ഒരു യുദ്ധം കഴിഞ്ഞ സ്ഥലത്ത് ചെല്ലുന്നത് പോലെയാണ് ഇപ്പോൾ ചാണക്യപുരിയിലെ പാകിസ്ഥാൻ എംബസിയുടെ മുൻവശം. കോൺക്രീറ്റ് റെയിലിങ്ങുകൾ, ഉരുക്കുപാളികൾ, വലിയ തൂണുകൾ, കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ചിതറി കിടക്കുക. ആരെങ്കിലും വന്നാൽ ഇവിടെ എന്തോ ആരോ ഒന്ന് ബോംബിട്ടതുപോലെ, ഗാസയിൽ ചെല്ലുന്നത് പോലെയാണ്. ഏതായാലും പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി ഇന്ത്യ കൊടുത്തു. നമ്മൾ സത്യത്തിൽ ഇതും നേരത്തെ അജിത് ഡോവലിൻ്റെ ഡിസ്കവറി ചാനലിലെ അഭിമുഖം നമ്മുടെ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ തമസ്കരിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ തമസ്കരിച്ച ഒരു കാര്യമാണ്. പാകിസ്ഥാൻ എംബസിയുടെ തൊട്ടു മുമ്പിലുള്ള നിർമ്മാണങ്ങൾ, എംബസി കെട്ടിടം മാത്രമുണ്ട്, ബാക്കിയെല്ലാം നമ്മൾ പൊളിച്ചു കളഞ്ഞു, ബുൾഡോസർ കൊണ്ട് പൊളിച്ചു. ഇത് ഒറ്റവരി വാർത്ത. ഏതെങ്കിലും പത്രത്തിൽ നിങ്ങൾ വായിച്ചോ? ഏതെങ്കിലും ചാനലിൽ നിങ്ങൾ കണ്ടോ? ഇല്ല. പ്രിയപ്പെട്ടവർ, ഇതാണ് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളുടെ അവസ്ഥ. ഞാൻ എത്രയോ തവണ നമ്മളിങ്ങനെ വർത്തമാനം പറയും, നമ്മൾ മാസം തോറും വരിസംഖ്യ അടയ്ക്കുന്ന ചാനലുകൾ ഇവരെന്താണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇത്തരം വാർത്തകൾ വരുമ്പോൾ കൊടുക്കാതിരിക്കുന്നത്? എന്നാൽ രാജ്യവിരുദ്ധമായ വാർത്തകളെല്ലാം കൊടുക്കുകയും ചെയ്യും. സത്യത്തിൽ നമ്മൾ ഈ പത്രങ്ങളെയും ചാനലുകളെയൊക്കെ ബഹിഷ്കരിക്കേണ്ട സമയം എന്നേ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പണം വാങ്ങിയിട്ട് നമുക്കെതിരെ, നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള പ്രൊപ്പഗാൻഡ നടത്തുകയാണ് ഈ നാട്ടിലെ മാധ്യമങ്ങൾ. ഇത് പറയാതെ തരമില്ല. അത് നമ്മൾ ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു മാധ്യമം ഉള്ളതുകൊണ്ട്, നമ്മളെപ്പോലെയുള്ള ചാനലുകൾ ഉള്ളതുകൊണ്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ ലോകം അറിയുന്നു. ഇതിപ്പോൾ ദേശീയ ദിനപത്രങ്ങളിലൊക്കെ വലിയ വാർത്തയാണ്. കാരണം അസാധാരണമായ സംഭവമാണ്. ഒരു വിദേശ പരമാധികാര രാജ്യത്തിൻ്റെ സോവറിൻ പവർ വിനിയോഗിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഭാഗമായ എംബസിയിലേക്ക് ആ എംബസി സ്ഥിതി ചെയ്യുന്ന രാജ്യം ബുൾഡോസർ കയറ്റുക എന്ന് പറഞ്ഞാൽ ഡിപ്ലോമസിയിൽ കേട്ടുകഴിവില്ലാത്തതാണ്. നയതന്ത്ര ബന്ധങ്ങളെ പോലും ബാധിക്കുന്നതാണ്. പാകിസ്ഥാനുമായി അല്ലെങ്കിൽ എന്ത് നയതന്ത്ര ബന്ധം? കിട്ടിയ അവസരത്തിൽ നമ്മൾ അതിശക്തമായ ഒരു സന്ദേശം കൊടുത്തിരിക്കുന്നു. ബുൾഡോസർ പാകിസ്ഥാൻ്റെ അന്തസ്സിനു മേൽ കൂടിയാണ് കയറിയിരിക്കുന്നത്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് അവർ അനുവദിച്ച ഒരു പാർക്കിംഗ് ഒരു കാരണവും ഇല്ലാതെ അവസാനിപ്പിച്ച് അവിടുത്തെ വേലിക്കെട്ടുകൾ നിങ്ങൾ പൊളിച്ചാൽ നിൻ്റെ എംബസിയുടെ മുൻഭാഗം മോന്തായം ഞങ്ങൾ പൊളിക്കും, അതും ബുൾഡോസർ കൊണ്ട് പൊളിക്കും എന്നുള്ള സന്ദേശം എത്ര കനത്ത സന്ദേശമാണ് എന്നത് നിങ്ങൾ ഓർമ്മിക്കുക. നമ്മുടെ ഭാരതം ഇപ്പോൾ ഇങ്ങനെയാണ്. ഈ ഭാരതം ഇങ്ങനെയാകാനുള്ള കാരണം ഭാരതം നയിക്കുന്നത്
ഭാരതത്തെ നയിക്കുന്നത് ദേശാഭിമാനം പ്രചോദിതമായ ഒരു ഭരണകൂടമാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ രാജ്യവിരുദ്ധ മനസ്സുള്ള മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാത്തത്. ഏതായാലും ഇന്ത്യ ലൈവ് ഇക്കാര്യങ്ങളൊക്കെ പറയും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വളരെ മുൻകൂറായി ഞാൻ നേരുന്നു.